ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു മേക്കപ്പ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഈ ഒരു മേക്കപ്പ് ബോക്സ് കൊണ്ടിട്ട് എങ്ങനെ നമുക്ക് ഈ ഒരു ലുക്ക് ഉണ്ടാക്കാൻ നോക്കാം. ഭയങ്കര നൊസ്റ്റാൾജിക് ആയിട്ടുള്ളൊരു മേക്കപ്പ് ബോക്സ് ആണെന്ന് പറയാം. ഇങ്ങനെയൊക്കെ നമുക്ക് ഇങ്ങനെ 3 ലെയറാട്ടോ ഈ മേക്കപ്പ് ബോക്സിന് വരുന്നത്. ഐ ഷാഡോ, അതേപോലെ തന്നെ പൗഡർ, കോമ്പാക്റ്റ് പൗഡർ, പിന്നെ ലിപ്സ്റ്റിക് കേട്ടോ. ഇനി വീട്ടിലോട്ട് പോവാം. അപ്പം ഞാൻ സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് നമുക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. കേട്ടോ, ഈ സൺസ്ക്രീൻ ഞാൻ ആദ്യം ഉപയോഗിച്ച സൺസ്ക്രീനാണ് കേട്ടോ. അടിപൊളി സൺസ്ക്രീൻ ആയി പോകാനാണ് നമുക്ക് മനസ്സിലാവും. നമുക്ക് ഒട്ടും വൈക്കാസ് തരാത്തൊരു സൺസ്ക്രീനാണ് കേട്ടോ. എന്തായാലും അടിപൊളി സൺസ്ക്രീനാണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് കേട്ടോ അത്. ലിപ് ബാം ഓർഡർ ഇട്ടിട്ടുണ്ട്. എനിക്കൊരു മേക്കപ്പ് ഇട്ട് കിടക്കാം കേട്ടോ. അപ്പോൾ മേക്കപ്പിന് വേണ്ടി ഞാൻ ആദ്യം തന്നെ പ്രൈമറായിട്ട് ഞാൻ ഇടുന്നത് വാസ്ലിനാണ് കേട്ടോ. ഇത് അലോവേറ അടങ്ങിയിട്ടുള്ളൊരു വാസ്ലിനാണ്. ഒരുപാടൊന്നും ഇടുന്നില്ല, ഒരുപാടൊന്നും വേണ്ട, കുറച്ച് നമുക്ക് ഇട്ടാൽ മതി കേട്ടോ. ഇതെല്ലാവരുടെയും സ്കിന്ന് ചേരണമെന്നില്ല കേട്ടോ. എൻ്റെ സ്കിന്ന് ഓക്കെ ആയതുകൊണ്ട് കേട്ടോ ഞാനിത് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും സ്കിൻ ഓക്കെ ആവണമെന്നില്ല. അപ്പോൾ നിങ്ങളുടെ സ്കിന്ന് ചേരുകയാണെങ്കിൽ യൂസ് ചെയ്യുക പ്രൈമർ, അല്ലെങ്കിൽ നിങ്ങൾ പ്രൈമർ സ്കിപ്പ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നല്ല പ്രൈമർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം കേട്ടോ. ഇല്ലാത്തവരാണെങ്കിൽ ഈ വാസ്ലിൻ അത് നിങ്ങളുടെ സ്കിന്നിൽ ചേരുന്നുണ്ടോ എന്ന് അറിയണം കേട്ടോ. എന്നിട്ട് മാത്രമേ നിങ്ങളിത് ഉപയോഗിക്കാൻ പാടുള്ളൂ. വാസിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ടാണ് കേട്ടോ ഈ ഗ്ലോ വന്നത്. ഇത് ലോങ് ലാസ്റ്റിംഗ് ഒന്നല്ല കേട്ടോ. ഫൗണ്ടേഷൻ ഇടാം. ഇത് ഏതിൻ്റെയൊന്നും എനിക്കറിയാൻ പാടില്ല കേട്ടോ. ഇതാട്ടോ ഫൗണ്ടേഷൻ വരുന്നത്. ഇത് ബ്രാൻഡാണോ ഡ്യൂപ്പാണെന്നൊന്നും അറിയില്ല കേട്ടോ. എന്തായാലും നമുക്ക് ട്രൈ ചെയ്യാം. ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്ന വീഡിയോ കിട്ടില്ല ഗൈസ്. അതെന്തോ ക്യാമറ ഓണായില്ലെന്ന് തോന്നുന്നു. പിന്നെ എന്തായാലും ഞാനപ്പോൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ സ്പഞ്ച് എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ സ്പഞ്ച് അല്ല കേട്ടോ, നമ്മുടെ പൗഡർ സ്പഞ്ചാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതത്ര കവറേജുള്ള ഫൗണ്ടേഷനൊന്നും അല്ല കേട്ടോ. എൻ്റെ പിമ്പിൾ മാർക്ക് ഇപ്പോഴും അങ്ങനെ അധികം ഇതായിട്ടൊന്നും ഇല്ല കേട്ടോ. എന്നാലും നമുക്ക് ഫൗണ്ടേഷൻ വേണമെങ്കിൽ പേരിന് യൂസ് ചെയ്യാം. അപ്പം അത്രേ ഉള്ളൂ. ഇതിന് കോമ്പാക്റ്റ് പൗഡർ ഇടുമ്പോൾ ഞാൻ ഈ ഒരു നമ്മുടെ മേക്കപ്പ് ബോക്സിൽ നിന്നാണ് ഞാൻ കോമ്പാക്റ്റ് പൗഡർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ കോമ്പാക്റ്റ് പൗഡർ ഉണ്ട്, കണ്ടില്ലേ, 2 ഷെയ്ഡിൽ വന്നിട്ടുണ്ട് കോമ്പാക്റ്റ് പൗഡർ. അപ്പോൾ നമുക്കത് യൂസ് ചെയ്യാം കേട്ടോ. ഞാനിതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്ത് ചെയ്യാം, ഇതിലത്തെ ഈ ഐ ഷാഡോ പാലറ്റിൽ നിന്ന് നമുക്ക് ഐ ഷാഡോ ഇടാം കേട്ടോ. അപ്പോൾ ഞാൻ ഇടുന്നത് ഈ ഒരു ഷെയ്ഡാണ്. ഇതാണ് ആദ്യം ഞാൻ ഇടുന്നത് ഇപ്പോൾ ബേസായിട്ട്. അപ്പോൾ ഐഷാഡോ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ബ്രഷില്ല, അതുകൊണ്ട് ഞാൻ കൈ കൊണ്ട് ചെയ്യണം കേട്ടോ. പിന്നെ നമുക്ക് അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഷിമ്മറി ഷെയ്ഡ് ഇടാം കേട്ടോ. ഇത് ഷിമ്മറിയാണ് കണ്ട്, പക്ഷേ ഇതിൽ നമ്മൾ അതൊന്നും തോന്നുന്നില്ല കേട്ടോ. അത് ഇവിടെ ഇടാം കേട്ടോ. അതേപോലെ തന്നെ അത് തന്നെ ഈ ഒരു കോർണറിലുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് കണ്ടില്ലേ, ഇങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത്. ഇത് നമുക്ക് അതേപോലെ തന്നെ ഇവിടെ ഇടാം.
നമ്മുടെ കണ്ണ് കുറച്ച് ഹൈലൈറ്റായിട്ട് തോന്നാനാണ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാം, നമ്മുടെ കണ്ണിൻ്റെ അടിയിൽ നമ്മൾ ഐ ഷാഡോ തേക്കണം കേട്ടോ. അപ്പം ഞാൻ ഇവിടെ നിന്നിട്ട് ഈ ഒരു ഷെയ്ഡാണ് ഐ ഷാഡോ ആയിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. അത് നമ്മുടെ കണ്ണിൻ്റെ അടിയിൽ നമുക്ക് ചെറുതായിട്ട് നമുക്കൊന്ന് തേച്ച് കൊടുക്കാം കേട്ടോ. കണ്ണിലെ നമുക്ക് ഐബ്രോ ഫിൽ ചെയ്ത് കൊടുക്കാവേ. ചെറിയ ഐബ്രോ പെൻസിലാണ്, പിന്നെ നമ്മൾ അതൊക്കെ ചോദിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഐബ്രോ ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന്, അതായത് നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ തുടങ്ങരുത് ഐബ്രോ ഫില്ല് ചെയ്യാനായിട്ട്. നമുക്ക് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ തുടങ്ങാൻ പാടുള്ളൂ കേട്ടോ ഐബ്രോ ഫില്ല് ചെയ്യുമ്പോൾ. നമുക്കിനി കണ്ണെഴുതി കൊടുക്കാം കേട്ടോ. അപ്പോൾ കണ്ണ് ഞാൻ മിററിൽ നോക്കിയിട്ടാണ് ഒന്ന് എഴുതുന്നത്. അപ്പം ഞാൻ കുറച്ച് വിങ്ങൊക്കെ ലൈൻ ചെയ്തിട്ട് അങ്ങനെയൊക്കെയാണ് ഞാൻ എഴുതാൻ കേട്ടോ. അപ്പോൾ കണ്ണെഴുതിയിട്ടുണ്ട്. പിന്നെ നമുക്കിനി പൊട്ടും കൂടി തൊട്ടാൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ തൊട്ടിട്ടുള്ള ലുക്കാണ് കേട്ടോ. ഇനി നമുക്ക് മസ്കാര അപ്ലൈ ചെയ്യാം കേട്ടോ. കടയിൽ ഗൈസ് മസ്കാര ഇട്ടിട്ടുണ്ട്. നമ്മൾ ഇട്ട ലിപ്സ്റ്റിക്ക് നമുക്ക് ബ്രഷ് ഇല്ല കേട്ടോ. അപ്പോൾ നമുക്കിനി ലിപ്സ്റ്റിക്ക് ഇടാം കേട്ടോ. അപ്പോൾ ഞാനൊരു ഗ്ലോസി ലിപ്പാണ് കേട്ടോ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ലിപ്പ് ഗ്ലോസ് ഇല്ലാണ്ട് നമുക്ക് എങ്ങനെ ഒരു ഗ്ലോസി ലിപ്പ് ഉണ്ടാക്കാമെന്നാണ് കേട്ടോ. അപ്പോൾ അതിന് നല്ലൊരു നല്ലൊരു ലിപ്പ് ബാം എടുക്കാം കേട്ടോ. നമ്മൾ നല്ല ലിപ്പ് ബാം, നല്ല ലോങ് ലാസ്റ്റ് ചെയ്യുന്ന, അത്യാവശ്യം മോയ്സ്ചർ കീപ്പ് ചെയ്യുന്ന ലിപ്പ് ബാം വേണം നമ്മൾ എടുക്കാനായിട്ടോ. അപ്പോൾ ഞാൻ എടുത്തിരിക്കും ടോട്ടാങ്കിയുടെ ലിപ്പ് ബാമാണ്. അതൊരു പ്ലംബിംഗ് മാസ്കാണ് ആക്ച്വലി, പക്ഷേ ഞാൻ ലിപ്പ് ബാമായിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അത് നല്ലൊരു ഹൈഡ്രേഷൻ നമുക്ക് തരും കേട്ടോ, ലോങ് ലാസ്റ്റിംഗ് ആണ്. അതുകൊണ്ടാണ് ഞാൻ അതെടുത്തത്. അതെടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന, നമ്മൾ ഏത് ലിപ്സ്റ്റിക് ആയാലും കുഴപ്പമില്ല, ലിപ്സ്റ്റിക്ക് വിത്തൗട്ട് വൈപ്പിംഗ് ആട്ടോ. നമ്മൾ ഇപ്പം വൈപ്പ് ചെയ്യരുത്. വൈപ്പ് ചെയ്യാണ്ട് തന്നെ നമുക്ക് ആ ലിപ്സ്റ്റിക്ക് നമുക്ക് അപ്ലൈ ചെയ്യണം കേട്ടോ. അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു ഗ്ലോസി ലിപ്പ് കിട്ടും കേട്ടോ. നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ അതെന്തായാലും പോകും, പക്ഷേ അത്ര നേരം ഫുഡൊന്നും കഴിക്കണില്ലെങ്കിൽ അത്ര നല്ല ഒരു 5 മണിക്കൂറൊക്കെ എന്തായാലും നമുക്ക് ലോങ് ലാസ്റ്റ് ചെയ്യും കേട്ടോ. അവിടെ മേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിനി ഡ്രസ്സ് മാറിയിട്ട് നമുക്കിനി ഫൈനൽ ലുക്ക് കാണാം. അപ്പം നമ്മളുടെ ഡ്രസ്സൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഓർണമെൻറ്റ്സ് ആയിട്ട് ഈ ഇയറിങ്സാണ് ഇടുന്നത്. പിന്നെ ഓൾറെഡി മാല ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ മുടി എന്ന് പറയുന്നത് സാധാരണ നോർമലായിട്ട് നമ്മൾ പിരിച്ചാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പം നമുക്കിനി ഫൈനൽ ലുക്ക് കാണാവേ. ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ ഇതാണ് ഡ്രസ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഇത്രേ ഉള്ളൂ ഈ മേക്കപ്പ് വീഡിയോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കണ്ടന്റ് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ ബൈ ഗൈസ്.